നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനായിരിക്കും ഇക്കുറി ഭരണം ലഭിക്കുക എന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ നടക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ചക്കളത്തി പോരാട്ടം വലിയ തോതിലുള്ള വിമർശനമാണ് ഇപ്പോൾ സമൂഹത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നത്. യു.ഡി.എഫിലെ മറ്റ് ഘടകകക്ഷികളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ കടുത്ത തോതിൽ അതൃപ്തരാണ് എന്നാണ് പറയപ്പെടുന്നത്. യു.ഡി.എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള അസംതൃപ്തി ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിങ്ങനെ തുടരുകയാണെങ്കിൽ ലീഗ് നേതൃത്വം തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് ഇക്കാര്യത്തിൽ ഇടപെടാൻ ആവശ്യപ്പെടും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, ഇതിൽ വളരെ വിചിത്രമായൊരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയാണ് കോൺഗ്രസിൽ വലിയ തോതിലുള്ള തർക്കങ്ങളും ചർച്ചകളും നടക്കുന്നത് എങ്കിൽ മറ്റു ചിലരാകട്ടെ മന്ത്രിമാരാകാനുള്ള തത്രപ്പാടിലാണെന്നും പറയപ്പെടുന്നുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ചില നേതാക്കൾക്ക് തങ്ങൾ മന്ത്രിമാരായാൽ തങ്ങൾ ആഗ്രഹിക്കുന്ന വകുപ്പ് തന്നെ വേണം എന്നും അതിനുവേണ്ടിയുള്ള ചാടുവലിയിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, തൻ്റെ ഔദ്യോഗിക കാറിൻ്റെ സ്റ്റേറ്റ് കാറിൻ്റെ നമ്പർ ഏതായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ച് പോലും ചിലർ ഇപ്പോഴേ വാശി പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ. ഇതൊരു പക്ഷേ അതിശയോക്തി കലർന്ന വാർത്തയാണോ എന്നറിയില്ല എങ്കിൽ പോലും ചില പ്രമുഖ മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വിശ്വാസ്യത നമ്മൾ അധികം ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. എങ്കിൽ പോലും കാത്തിരുന്ന് ഭരണം കിട്ടുമ്പോൾ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിലെ സിറ്റിംഗ് MLA സ്ഥാനാർത്ഥിയുമൊക്കെ CR മഹേഷ് പറഞ്ഞതുപോലെ ആലിൻ പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് എത്തുമോ എന്നാണ് പലരും ഇപ്പോൾ UDFിൽ ഭയപ്പെടുന്നത്. ഇക്കണക്കിന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും അവിടെ നടക്കുക എന്നാണ് പലരും ഇപ്പോഴേ സംശയത്തോടെ ചോദിക്കുന്നത്. ഇത് തങ്ങളെ ജനങ്ങളുടെ മുന്നിൽ അവമതിപ്പോടുകൂടി തന്നെ കാണാൻ പ്രേരിപ്പിക്കുമെന്നാണ് കോൺഗ്രസിലെയും UDFിലേക്ക് തന്നെ ഒരു സംഘം നേതാക്കൾ ഭയപ്പെടുന്നത്. കൂടാതെ ഈ നിയമസഭയുടെ കാലാവധി ഒരു പക്ഷേ 3 വർഷം കൊണ്ട് അവസാനിക്കുകയും, അതായത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന അവസ്ഥയിലേക്ക് എത്തുകയും 2029 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്ന സന്ദർഭം വന്നാൽ അന്ന് ഇപ്പോൾ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയും മന്ത്രിസ്ഥാനത്തെ ചൊല്ലിയൊക്കെ നടക്കുന്ന ഈ കടിപിടികൾ വലിയ തോതിൽ പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നും വീണ്ടും ഭരണം LDFന് കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകും എന്നുമാണ് മറ്റൊരു വിഭാഗം നേതാക്കൾ ഭയപ്പെടുന്നത്. അപ്പോൾ ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് രാവിലെ MK രാഘവൻ MP ഇക്കാര്യത്തിൽ തൻ്റെ ചില നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം പറയുന്നത് എറണാകുളം DC പ്രസിഡൻ്റായ മുഹമ്മദ് ഷിയാസിൻ്റെ ഒരു പ്രസ്താവനയാണ് ഇതിലേക്ക് തുടക്കം കുറിച്ചതെന്നാണ്. എറണാകുളത്തുകാരൻ മുഖ്യമന്ത്രിയാവണമെന്നാണ് ആഗ്രഹമെന്നാണ് ഷിയാസ് പറഞ്ഞത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വളരെ അടുത്ത അനുയായി കൂടിയാണ്. അതുകൊണ്ട് തന്നെ സതീശൻ്റെ കാര്യമാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്ന് സ്വാഭാവികമായും മറ്റ് ഗ്രൂപ്പുകളിൽപ്പെട്ടവർ സംശയിച്ചിരിക്കാം. അങ്ങനെയാണ് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് എത്തിയത് എന്നാണ് MK രാഘവനും ചൂണ്ടിക്കാട്ടുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ ചില MPമാർക്ക് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. മാത്രമല്ല, ഹൈക്കമാൻഡ് MPമാർ മത്സരിക്കണം തീരുമാനമെടുത്തിട്ടില്ലായിരുന്നു എന്നും MK രാഘവൻ വെളിപ്പെടുത്തുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ, അതായത് വോട്ടെടുപ്പ് കഴിയുന്നത് വരെ വല്ല വിധേനയും സഹിച്ച് കാത്തിരുന്ന കോൺഗ്രസ് നേതാക്കളെല്ലാവരും തന്നെ ഇപ്പോൾ തങ്ങളുടെ അഭിപ്രായ പ്രകടനങ്ങളുമായി പുറത്ത് ഇറങ്ങുകയാണ്. ഇതിലെ മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള കാര്യം കോൺഗ്രസ്സാണ് തീരുമാനിക്കേണ്ടതെങ്കിൽ പോലും ഇതിൽ മുസ്ലിം ലീഗിനും വലിയൊരു പങ്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ കഴിയുകയില്ല. കേരളത്തിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതിന് മുസ്ലിം ലീഗും പച്ചക്കൊടി കാട്ടേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ്സിൽ ഇപ്പോൾ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ ചർച്ചകളും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ നടത്തുന്ന ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും ഒക്കെ തന്നെ വലിയ തോതിൽ തങ്ങളുടെ ഇമേജിനെ ബാധിക്കും എന്നാണ് മുസ്ലിം ലീഗും ഭയക്കുന്നത്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ പരമാവധി കോംപ്രമൈസ് ചെയ്താണ് മത്സരിച്ചത്. സീറ്റിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ഭാവിയിൽ മന്ത്രിസഭ കൊണ്ടാലും മന്ത്രിയുടെ കാര്യത്തിലോ ഒന്നും തന്നെ തങ്ങൾ പിടിവാശി കാണിക്കുകയില്ല എന്ന് ലീഗ് നേതൃത്വം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എന്നും മന്ത്രിമാരുടെ എണ്ണം പരിമിതപ്പെടുത്തുമെന്നും ഒക്കെ തന്നെ നേരത്തെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രസ്താവിച്ചിരുന്നു. ഇതൊക്കെ തന്നെ ഈ 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയാണ് എന്ത് ത്യാഗവും സഹിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായിരിക്കുന്നത്. പക്ഷേ UDFിൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ അവർ പലരും ഈ പരസ്യ പ്രസ്താവനകളും തങ്ങളുടെ ശിങ്കിടികളെ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യിപ്പിക്കാനൊക്കെ നടക്കുന്ന ഈ ഒരു നീക്കങ്ങൾ അന്തിമമായി അത് UDFിന് ദോഷം ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം കോൺഗ്രസ് നേതാക്കളെക്കാരും കൃത്യമായി മുസ്ലിം ലീഗിന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് ഇനിയും തുടരുകയാണെങ്കിൽ, ഈ ചക്രവർത്തി പോരാട്ടം ഇനിയും തുടരുകയാണെങ്കിൽ ലീഗ് ഇടപെടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നത്. ഹൈക്കമാൻഡിനോട് ഈ നേതാക്കന്മാരെ നിലയ്ക്ക് നിർത്തണമെന്നും അധികാരം കിട്ടിയാൽ ആരാണ് മുഖ്യമന്ത്രി ആക്കണം അല്ലെങ്കിൽ മന്ത്രിമാരായിരിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു കർശനമായ നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിക്കണം എന്നും ആവശ്യപ്പെടാനാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അവരാരും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. സാധാരണ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പരസ്യ പ്രതികരണം ഇത്തരം വിഷയങ്ങളിൽ അവർ നടത്താറില്ല. മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ ഉൾപ്പാർട്ടി പ്രശ്നങ്ങളെ അവർ കടന്നു ചെല്ലാറില്ല പരസ്യമായി. എങ്കിൽ പോലും ഇനിയും അങ്ങോട്ട് ഈ കോൺഗ്രസിലെ നേതാക്കന്മാർ തമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെയും മന്ത്രിസ്ഥാനത്തെയും ചൊല്ലി കടിപിടി നടത്തുകയാണെങ്കിൽ ഇടപെടാൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ നീക്കം. കാരണം 10 വർഷത്തിന് ശേഷമാണ് ഒരുപക്ഷെ തങ്ങൾക്ക് ഇത്തവണ അധികാരം ലഭിക്കാൻ പോകുന്നത് എന്നുള്ള യാഥാർത്ഥ്യ ബോധം ലീഗ് നേതാക്കൾക്കുണ്ട്. പക്ഷേ കേരളത്തിലെ പല കോൺഗ്രസ് നേതാക്കൾക്കും അത് ഇല്ല എന്നുള്ളത് തന്നെയാണ്
ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ അല്ലെങ്കിൽ മുന്നണിയെ എത്തിക്കാനുണ്ടായ സാഹചര്യമെന്നാണ് ലീഗ് വിലയിരുത്തുന്നത്.